ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്പെഷ്യലായ സ്വാദിഷ്ടമായ ഒരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ നെത്തോലി മീൻ കൊണ്ടാണ് ഈ അച്ചാർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ മീനച്ചാർ പോലെയും വളരെ ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അധികം ലൂസാകാതെ ഒരു കുറുകിയ രൂപത്തിലാണ് എടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോയോളം നെത്തോലി എടുത്തു. നന്നായി കഴുകി വൃത്തിയാക്കി അതിനകത്ത് മുള്ളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത നെത്തോലി മസാലക്കൂട്ടിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ മസാല പുരട്ടിയെടുത്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണിത്. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തതും 8 വെളുത്തുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നതിന് വേണ്ടി ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് മൂപ്പിക്കേണ്ടത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ എണ്ണയിൽ തന്നെ മസാല പുരട്ടിയ മീനിട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം ആക്കാം. മീൻ ഇട്ടതിന് ശേഷം ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയ മീനായതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചും മറിച്ചും ഇളക്കിയും ഒക്കെ ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മൂപ്പിച്ച് പൊരിച്ചെടുക്കാതെ ഇതുപോലെ മുക്കാൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നെത്തോലി കഴുകി വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ഇതുപോലെ അച്ചാറുണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ നെത്തോലി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ചേർക്കേണ്ടത് നല്ലെണ്ണയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ ചൂടാവുമ്പോൾ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അച്ചാറുകൾക്ക് സ്വാദ് കൂടാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ പൊടികൾ കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം. പച്ചച്ചുവയൊക്കെ മാറി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം 1/4 കപ്പോളം വിനാഗിരി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അച്ചാർ കേടുകൂടാതിരിക്കാനും ഒരു പുളിക്ക് വേണ്ടിയുമായിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. വിനാഗിരി ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പിൻ്റെ പാകം നോക്കിയതിന് ശേഷം വീണ്ടും 1 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്പൂൺ ഉപ്പ് ചേർത്തു. അങ്ങനെ ടോട്ടൽ 3 സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ മൂപ്പിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത മീൻ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊരു മണമാണ്! സൂപ്പർ മണം, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നെത്തോലി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കി 2 ദിവസത്തിന് ശേഷം ഉപയോഗിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നിറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നാൾ ഉപയോഗിക്കാം. നിങ്ങളിത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.